സ്ഥലം ആരുടേതാണെന്ന് അറിയാമോ മോക്ക്? ആരുടെ? നിന്റെ. എന്റെയോ? ആ, നീ വരില്ല എന്ന് കരുതി ഞാനിത് സർക്കാരിലേക്ക് വിട്ടുകൊടുക്കാൻ തുടങ്ങിയതായിരുന്നു. ഇനി അത് വേണ്ട. നീ കുഞ്ഞായിരിക്കുമ്പോ നിന്നെയും കൂട്ടി ഞാനും യശോദയും പലപ്പോഴും ഇവിടെ വരാറുണ്ടായിരുന്നു. നമ്മുടെ ആൽബത്തില് മോൾ ഒരു ഓലത്തൊപ്പി വെച്ചിരിക്കുന്ന ഫോട്ടോ ഇല്ലേ? ആ, അത് അച്ഛൻ ഇവിടെ വെച്ചെടുത്തതാ. ആ, ഇവിടെ അച്ഛൻ മോക്ക് നല്ല ഒതുക്കമുള്ള ഒരു വീട് പണിയിക്കും. കല്യാണം കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ നിൽക്കൊന്ന് താമസിക്കാമല്ലോ. ആ വീട്ടിനുള്ളിൽ നല്ല ഭംഗിയുള്ള ഒരാട്ടുകെട്ടിൽ കാണും. എന്തിനാന്നറിയാമോ? എന്തിനാ? ആ, മോക്കൊരു കുഞ്ഞുണ്ടാവുമ്പോ താരാട്ട് പാടി ഉറക്കാൻ. അച്ഛൻ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഭാഗ്യങ്ങളൊക്കെ എന്റെ മോക്ക് അനുഭവിക്കാൻ കഴിയണം. അമ്മ നിന്നെ ആദ്യം സ്വന്തമാക്കിയെങ്കിലും അച്ഛന്റെ മോളാണ് നീ. അതുകൊണ്ട് അച്ഛൻ പറയുന്നത് മോക്ക് മനസ്സിലാവും. ഞാനൊരു സത്യം പറയട്ടെ? എന്താ? പറയൂ. നീ പറയാൻ വന്ന എന്താന്ന് ഞാൻ പറയട്ടെ. ഇത്രയും കാലം ഇങ്ങോട്ട് വരാതെ അച്ഛനെ വേദനിപ്പിച്ചല്ലോ എന്ന്. എന്റെ മോക്ക് മനസ്സിൽ ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല. നിന്റെ മുഖത്ത് നോക്കിയാ അച്ഛനെല്ലാം മനസ്സിലാവും. ആ, അച്ഛൻ മോക്ക് നല്ല ഇളനീരിടിച്ചു തരാം. വാ. എന്താ മോളെ? അച്ഛന് വിഷമം തോന്നരുത്. എനിക്ക് നാളെ തിരിച്ചു പോണം. കോളേജ് അടച്ചപ്പോ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്നെന്ന് നുണ പറഞ്ഞിട്ടാണ് സിസ്റ്റർ എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഇനിയെങ്കിലും തിരിച്ചു പോയില്ലെങ്കിൽ സിസ്റ്റർക്കും പ്രയാസമായിരിക്കും. എതിര് പറയരുത്. എനിക്ക് പോയേ തീരൂ. പൊയ്ക്കോളൂ. അച്ഛന്റെ കൂടെ നിൽക്കാൻ ഉള്ളുകൊണ്ട് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിലും പോയല്ലേ പറ്റൂ. നുണ പറഞ്ഞ് കടം വാങ്ങിയ കുറച്ച് ദിവസങ്ങളെ സ്വന്തമായി ഉള്ളൂ എന്നറിയാം. നീ വന്ന സന്തോഷത്തിൽ അച്ഛൻ അതൊക്കെ മറന്നു മോള്. പോയാലും സൗകര്യം കിട്ടുമ്പോ എന്റെ മോൾ ഓടി വരണം. അതിനു മുമ്പ് അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ കരയരുത്. എന്റെ മോള് പൊയ്ക്കോ. പോണ്ടാന്ന് അച്ഛൻ പറഞ്ഞില്ലല്ലോ. അച്ഛന് നിന്നെ കണ്ട് മതിയായില്ല മോളെ. അതുകൊണ്ടൊരു വിഷമം. ചെന്ന് കിടന്നുറങ്ങ്. പൊയ്ക്കോ.
ഞാൻ നാളെ പോകുന്നില്ല. ഏതായാലും രേവതി വന്നത് നന്നായി അല്ലേ എന്തു? പിന്നെ ബാലമാവൻ ഇപ്പൊ പഴയ ആളെയല്ല. ബാലമാമന് വേണ്ടി എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ. എനിക്ക് അദ്ദേഹത്തോട് അത്രയ്ക്ക് നന്ദിയുണ്ട്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അച്ഛനും അമ്മയും ഇല്ലാതെ ആരും സഹായത്തിനില്ലാതെ വെറുതെ ചുറ്റിക്കറങ്ങി നടന്ന ഞാൻ ഒരു ഡോക്ടറാവാൻ വല്ല വഴിയുണ്ടോ? ബാലമാവനൊന്ന് പഠിപ്പിച്ചില്ലായിരുന്നെങ്കിലോ? പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അമ്പലപ്പറമ്പിൽ ചീട്ടും കളിച്ച് വല്ല പെമ്പിള്ളാരെ കമന്റ് അടിച്ച് തനി അലവലാതിയായനെ. എനിക്കുള്ള എല്ലാത്തിനും ഞാൻ ബാലമാമനോട് കടപ്പെട്ടിരിക്കുന്നു. ഈവൻ ഫോർ യു. ഹലോ, ജസ്റ്റ് എ മിനിറ്റ്. സിസ്റ്റർ ഫ്ലോറ. ഹലോ, ഗുഡ് ഈവനിങ് സിസ്റ്റർ. ഞാൻ ഡോക്ടർ മാധവൻകുട്ടി. ഇല്ല, രേവതി അച്ഛനോട് പുറത്തു പോയിരിക്കുകയാണ്. രേവതിയുടെ അച്ഛൻ ആളാകെ മാറിയിരിക്കുകയാണ്. ഐ മസ്റ്റ് സേ ട്രെമൻഡസ് ഇംപ്രൂവ്മെന്റ്. അയ്യോ, ധൃതി വെക്കരുത്. ഗിവ് സം മോർ ടൈം. ഒരാഴ്ച കൂടെ. അതിനെന്താ, സിസ്റ്റർ ധ്യാനത്തിന് പോയി തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ രേവതി അവിടെ കൊണ്ടാക്കിയേക്കാം. പ്രോമിസ്. ഓക്കെ സിസ്റ്റർ, താങ്ക് യു വെരി മച്ച്. രേവതിയുടെ ഹോസ്റ്റൽ വാർഡനാ. പെരോൾ ഒരാഴ്ചത്തെ കൂടെ നീട്ടി കിട്ടിയിരിക്കുകയാണ്. അല്ല, എന്താ ഇത്? എന്താ? വന്നിടയ്ക്ക് അച്ഛനും മോളും കൂടെ കണ്ണീരൊപ്പലും പദം പറച്ചിലും ഒക്കെ ആയിരുന്നു. അറിയാതെ ഞാനൊന്ന് പറഞ്ഞുപോയി. അച്ഛനെ ചിരിപ്പിക്കാൻ വേണ്ടിയാ മോളെ കൊണ്ടുവന്നത്. ഇപ്പൊ കണ്ടില്ലേ, കളിയും ബഹളവും ചിരിയും തമാശയും ഒക്കെ. 2 ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ പാർട്ടിയാ, സൂക്ഷിച്ചോണം. എനിക്കൊരു അസുഖം ഇല്ലടോ ഡോക്ടറെ. സംശയം നെഞ്ചത്തൊന്ന് ഇടിച്ചു നോക്ക്. ഞാൻ ഇടിക്കും. ഇടിച്ചു നോക്ക്. തന്നെ കൈ വേദനിക്കണല്ലാതെ എനിക്കൊരു കുഴപ്പവും വരാൻ പോണില്ല. രവതി, കോൺവെന്റിൽ നിന്ന് സിസ്റ്റർ ഫ്ലോറ ഫോൺ ചെയ്തിരുന്നു. എന്തു പറഞ്ഞു? സിസ്റ്ററെ ഭയങ്കര പേടിയാണെന്ന് തോന്നുന്നു. അത് കേട്ടപ്പോ മുഖത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ. പേടിക്കണ്ട, ചുമ്മാ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചാ. കിട്ടിയ തക്കത്തിന് ഞാൻ സിസ്റ്ററെ ഒന്ന് കൈമണി അടിച്ചു. രേവതിക്ക് ഒരാഴ്ച കൂടെ കഴിഞ്ഞ് തിരികെ പോയാൽ മതി. സിസ്റ്റർ ധ്യാനത്തിന് പോയിരിക്കുകയാണ്. തിരികെ വരുമ്പോഴേക്ക് ഞാൻ അവിടെ കൊണ്ട് ചെന്നാക്കാന്ന് പറഞ്ഞു. ആൻഡ് ഷീ അഗ്രീഡ്. നന്നായി. അല്ല, വിശ്വാസമായില്ലെന്ന് തോന്നുന്നു പാർട്ടിക്ക്. വിശ്വാസക്കുറവൊന്നുമില്ല. ഓ, താങ്ക് യു. എന്നെ ബ്രോക്കറേന്ന് വിളിക്കല്ലേ എന്ന് ആരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്റെ അനിയ. നിങ്ങൾ പരമ്പരാഗതമായി തന്നെ ബ്രോക്കർമാരാ. നിന്റെ അച്ഛൻ ബ്രോക്കർ ആയിരുന്നില്ലേ? നിന്റെ അപ്പൂപ്പൻ ബ്രോക്കർ ആയിരുന്നില്ലേ? നിന്റെ അമ്മൂമ്മ ബ്രോക്കറി ആയിരുന്നില്ലേ? നിന്റെ അല്ലേ? പക്ഷെ അവരൊക്കെ പഴഞ്ചൻ രീതിയിലാണ് ഈ തൊഴിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ അതിനെ ആധുനിക രീതിയിൽ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി. എന്ന് വെച്ചാൽ അലോപ്പതിയുമായിട്ട് ബന്ധമുണ്ടെന്നാണല്ലോ എന്റെ അർത്ഥം. അലോപ്പതി മുറുക്കാൻ പൊതി ഒന്നുമല്ല, കമ്പ്യൂട്ടർ. അപ്പൊ ആയുർവേദമായിട്ട് ബന്ധമുണ്ടെന്ന്. അല്ല, ഇതുകൊണ്ടെന്താ മെച്ചം? വൈദ്യർക്ക് വൈദ്യശാല നടത്തുന്നോണ്ട് എന്താ മെച്ചം? എന്തെങ്കിലും മെച്ചം കിട്ടുമെന്നുള്ള പ്രതീക്ഷ. അതേ പ്രതീക്ഷ തന്നെ എനിക്ക്. അതെയോ? എന്റെ കമ്പ്യൂട്ടർ സിസ്റ്റം കേരളത്തിൽ പ്രചാരം സിദ്ധിച്ചാൽ ഹ്യൂമൻ പവറിന്റെ സ്ഥാനത്ത് മെക്കാനിക്കൽ പവർ വരും. ഹ്യൂമൻ പവർ വിൽ ബി റീപ്ലേസ്ഡ് ബൈ മെക്കാനിക്കൽ പവർ. വൈദ്യർക്ക് എന്തെങ്കിലും മനസ്സിലായോ? എന്ത് മനസ്സിലായി? എല്ലാം മനസ്സിലായി. അനിയന്റെ അപ്പൂപ്പന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പിഴിച്ചലിന്റെ വിവരം എനിക്ക് നേരിട്ടൊന്നറിയാൻ ഞാനും വരുന്നുണ്ട് വീട്ടിലേക്ക്. വീട്ടിലോട്ട് വരണ്ട. അതെന്താ? അപ്പൂപ്പൻ ചത്തുപോയി. പ്രിയപ്പെട്ട സിസ്റ്റർ, അയ്യോ, സിസ്റ്റർ ഇവിടെ ഉണ്ടാവില്ലല്ലോ. പ്രിയപ്പെട്ട രേവതിക്ക് ഇന്ദുച്ചി ഒരു എഴുത്ത് പോസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. എന്റെ തന്നോളൂ. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോകുന്ന വഴി പോസ്റ്റ് ചെയ്തോളാം. അഡ്രസ്സിൽ രേവതി എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ഇത് കണ്ടാൽ കത്തെവിടെ? എഴുതിയില്ല. അതും കൊള്ളാം. എഴുതുന്നതിന് മുൻപാണോ പോസ്റ്റ് ചെയ്യുന്നത്?
രേവതി മേനോൻ, കെയർ ഓഫ് എം അച്യുതൻ നായർ. എന്തായത്? ആരെങ്കിലും അവരവർക്ക് തന്നെ കത്തയക്കൂ? അത് ഞാൻ മുത്തച്ഛനെ പറ്റിക്ക് എഴുതി എഴുത്തല്ലേ. എവിടെ പോയാലും അവിടുന്നൊക്കെ ഞാൻ എന്റെ പേരിൽ എഴുത്തയക്കും. മുത്തച്ഛൻ വിചാരിക്കും മോക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന്. ഓഹോ, ആ അപ്പോ അച്ഛനെ പറ്റിക്കാൻ എന്റെ മോൾ എന്തൊക്കെ പരിപാടിയാ ഒപ്പിക്കുക? അച്ഛനെ ഞാൻ അങ്ങനെ പറ്റിക്കൂ? ആ, അച്ഛനെ പറ്റിച്ചാലുണ്ടല്ലോ. കല്യാണ സമയ സാധനം കൈക്കറികളും പ്രമാണം അന്ത ഗൗരവ പ്രസാദം ഇനി നമുക്ക് പോന്നും കല്യാണ സമയ സാധനം കൈക്കറികളും പ്രസാദം ഇത് കല്യാണ സമയ സാധനം കൈക്കറികളും പ്രമാണം. എനിക്ക് ഇഡ്ലി എന്ന് പറഞ്ഞ ഒരു ആവേശ, ഒരു പ്രാന്ത. ആ, അത് ഇഡ്ഡലി മാത്രമല്ല, കഴിക്കുന്ന വസ്തു എന്തായാലും പ്രാന്ത. അതുകൊട്ടെ ഒരു നേരം എത്ര ഇഡ്ഡലി തിന്നും? കാര്യമായിട്ടാണോ? ഇവിടെ ഇപ്പൊ എത്ര ഇഡ്ലി ഉണ്ട്? ഇവിടെ ഇപ്പോ വീട്ടിലുള്ളവർക്കും ജോലിക്കാർക്കും ഉണ്ടാക്കിയതുണ്ട്. എന്നാ അതൊക്കെ ഇങ്ങോട്ട് വരും. ഞാൻ ഇവിടെ ഇരുന്ന് അത് മുഴുവനും ഇവിടെ ഇരുന്ന് തിന്ന് കാണിക്കാം. തെറ്റ് വയ്ക്കണോ? തെറ്റ് വയ്ക്കണേ പറ. തെറ്റ് വയ്ക്കാൻ വന്നിരിക്കുന്നു. രാവിലെ വയ്ക്കും, ജോലിയൊന്നും ഇല്ലായിരിക്കും. അല്ല, നമ്മുടെ സ്വത്തുഭാഗത്തെ പറ്റി ബാലേട്ടനൊന്നും പറയണ്ടായോ? ഇല്ല. എന്താ? അല്ല, 2 അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള മനുഷ്യനാ. ശ്രദ്ധിക്കുന്നത് നല്ലതാ. എപ്പോഴാ വീഴാന്ന് പറയാൻ പറ്റില്ല. അതിനു മുമ്പ് ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം, ഇപ്പൊ ദേവുട്ടിക്ക് എന്ത് തരണം, എനിക്ക് എന്ത് തരണം, ഇതൊക്കെ ഒന്ന് തീരുമാനിച്ചു വെക്കുന്നത് നല്ലതാ. ആഹാ, അപ്പൊ ഇതാ മനസ്സിലിരിപ്പ്. പിന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ പോയി പറയണ്ട. ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ പോയി പറയണ്ട. ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ പോയി പറയാവൂ. ഹോസ്റ്റലിൽ വെച്ചിങ്ങനെ മുടി ചെയ്യി കെട്ടാറുണ്ടോ? ചിലപ്പോഴൊക്കെ. തന്നെ ചെയ്യുവോ? ഏയ്, ഞങ്ങൾ കൂട്ടുകാരികളില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. പക്ഷേ ഇപ്പൊ എല്ലാവർക്കും മുടി ബോബ് ചെയ്ത് നടക്കാനാ ക്രേസ്. മുടി വളർത്താനും നോക്കാനും ഒക്കെ മെനക്കേടല്ലേ, അതിന്റെ മടി കൊണ്ടാവും. പാലുടിക്കാൻ നിർബന്ധിക്കാനാ? കോലമയിൽ പോൽ നീ വരുവായേ കൊഞ്ചുമൊഴിയേ അമേരിക്കൊള്ള. ആഹാ, കുഞ്ഞിവിടെ ഇരിക്കുകയാണോ? കുഞ്ഞിന്റെ മുറിയിൽ ഞാൻ പാൽ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ കുഞ്ഞ് പാല് കുടിച്ചിട്ടില്ല. ഞാൻ രാവിലെ എടുത്ത് കളയാ ചെയ്തത്. അത് ഞാൻ മറന്നുപോയതാ. അത് ശരി. അപ്പൊ ഇന്നലെ ഇവിടെ വന്നിരുന്ന് ലാത്തി അടിച്ച് എനിക്ക് വെച്ചിരുന്ന പാല് കുടിച്ചിട്ട് അത് വേസ്റ്റ് ആക്കി അല്ലേ? ഏയ്, അതൊന്നുമല്ല. ഇപ്പൊ 2 ഗ്ലാസ് പാല് ഒന്നിച്ചു കുടിക്കണം. പറ. 2 ഗ്ലാസ് ഒന്നും വേണ്ട, തൽക്കാലം 1 ഗ്ലാസ് കുടിച്ചാൽ മതി. അതിനു മുമ്പ് ദേവുട്ടിയമ്മയ്ക്ക് ഒരു സമ്മാനം ഞാൻ തരാം. സമ്മാനോ? എനിക്കോ? ദേവുട്ടിയമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന സമ്മാനോ? പക്ഷെ ഒരു കാര്യമുണ്ട്. ഇന്ദു ചേച്ചിയുടെ കയ്യില് കണ്ണടച്ച് തൊടാതെ ഇങ്ങനെ 25 പ്രാവശ്യം ചെയ്യണം. ആ, ഇത്രയല്ലേ ഉള്ളൂ. അതൊക്കെ ദേവിട്ട് കറിയാം. നോക്കണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. അപ്പൊ എന്നെ പറ്റിക്കായിരുന്നല്ലേ? കുഞ്ഞ പോയി പാല് കുടിക്കണം. ഇത് കണ്ടോ, ഇന്ദു ചേച്ചിക്കുള്ള പാലടക്കം ഞാൻ കുടിച്ചു കഴിഞ്ഞു. പോരെ? ആണോ? சோதனை மேல் சோதனை போதுமடா சாமி, போதுமடா சாமி, போதுமடா சாமி. ഗുഡ് മോർണിംഗ്. ഉറക്കമാണല്ലേ? ഹലോ സർ. മനസ്സിലായില്ല. ഞാൻ കമ്പ്യൂട്ടറോ? കമ്പ്യൂട്ടർ യൂണിവേഴ്സൽ മാരേജ് അലയൻസ് ബ്യൂറോയുടെ ഉടമസ്ഥൻ കല്യാൺ കുമാർ എന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. മാരേജ് അസംബ്ലർ. കല്യാണം എന്ന് പറഞ്ഞത് മനസ്സിലായി, പിന്നെ അങ്ങോട്ടൊന്നും മനസ്സിലായില്ല. അനുയോജ്യരായ സ്ത്രീ പുരുഷന്മാരെ മനഃശാസ്ത്രപരമായി കമ്പ്യൂട്ടർ ഉപയോഗിച്ച് മംഗല്യ ചരടിൽ കോർത്തുവിടുന്നവൻ മാരേജ് അസംബ്ലർ. അപ്പൊ ബ്രോക്കർ? എന്നെ ബ്രോക്കർ എന്ന് വിളിക്കരുത്, മാരേജ് അസംബ്ലർ എന്ന് വിളിച്ചാൽ മതി. പിന്നെ ബ്രോക്കറെ അയ്യേ വന്ന നിലയ്ക്ക് വെറുതെ പോണ്ട. വയസ്സ് 40, നക്ഷത്രം മൂലം. അത് വേണ്ട.
സ്വത്ത് എന്ന് പറയാൻ ഇപ്പോ ഈ കാണുന്നതൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് കന്നി. കന്നിയാണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി ജനിച്ച വർഷം. കൊടുങ്കാറ്റുണ്ടായ കൊല്ലം. കൊടുങ്കാറ്റുണ്ടായ വർഷം സാരമില്ല, കണ്ടുപിടിച്ചോളാം. കൊടുങ്കാറ്റ്, സ്മാൾ പോക്സ്. 128. നിങ്ങൾക്ക് ബ്രഹ്മചര്യമാണല്ലോ കമ്പ്യൂട്ടർ വിധിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാ നിങ്ങൾ കല്യാണം കഴിക്കാൻ പറ്റില്ല ഒരിക്കലും. ഒരിക്കലും. ബാലേട്ടനെ കാണാനാണല്ലോ വന്നത്. അങ്ങേരോട് പറയാനുള്ളതൊക്കെ അവിടെ പറഞ്ഞോ. പിന്നെ നമ്മളിപ്പൊ ഇവിടെ പറഞ്ഞു ഒന്നും അവിടെ പറയണ്ട. നമ്മളിപ്പൊ ഇവിടെ പറഞ്ഞു ഒന്നും അവിടെ പറയണ്ട. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞതൊന്നും അവിടെ പറയത്തില്ല. ബ്രോക്കർ ബ്രോക്കർ ബ്രോക്കർ. എങ്ങനെയുണ്ട് നമ്മുടെ പാർട്ടി മിസ് രേവതി മേനോൻ? പാവം കുട്ടി. ഇപ്പൊ ഒക്കെ തോന്നുന്നുണ്ടാവും കുറെ കൂടി നേരത്തെ വരാമായിരുന്നെന്ന്. പലർക്കും പല കാര്യങ്ങളും അങ്ങനെ. വളരെ വൈകിയേ തോന്നു കുറച്ചുകൂടെ നേരത്തെ ആകാമായിരുന്നു. അതുകൊണ്ട് ഞാൻ അല്പം അഡ്വാൻസ് ആയി ചിന്തിക്കാം. എന്ത്? ഇവിടെ ഈ ക്ലിനിക്ക് പേഷ്യൻസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്റെ നല്ല സമയം മുഴുവൻ ചുമ കളയാ. ഒരു വീടും കുടുംബവും കുട്ടികളും ഒക്കെ നമുക്കും വേണ്ടേ? വേണ്ടെന്ന് ആരാ പറഞ്ഞത്? വേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ വളരെ വൈകിക്കുന്നു എന്നൊരു പരാതിയുള്ളൂ. ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയാന്ന് പറഞ്ഞാൽ എന്തൊരു ബോറാണ്. ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ നമ്മുടെ കാര്യം എങ്ങനെ പറയാ? പറയാനുള്ള വാചകങ്ങളൊക്കെ നമ്മൾ രണ്ടുപേരും കൂടെ തയ്യാറാക്കണം. എന്നിട്ടൊരു ഡ്രാമാറ്റിക് സിറ്റുവേഷൻ ഉണ്ടാക്കി പ്രസന്റ് ചെയ്യണം. അറിഞ്ഞാൽ ബാലമ്മാവനായിരിക്കും കൂടുതൽ സന്തോഷം. ഇതൊരു കല്ലുകളി. അല്ല, ദേവൂട്ടി അന്വേഷിച്ചെന്ന് കേട്ടു. എന്താ കാര്യം? ഞാൻ ദേവൂട്ടിയല്ല, ദാസിപ്പിള്ളയാ. അതെയോ? അല്ല, അപ്പൊ ദേവൂട്ടി അന്വേഷിച്ചെന്ന് കേട്ടു. ഇനി ബാലമ്മന് വില പ്രത്യേകിച്ചും അതൊക്കെ അവിടെ പോയി ചോദിച്ചോളൂ. ചോദിക്കണമെങ്കിൽ വന്നേ. നമ്മുടെ അസുഖം ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഭയങ്കര വേദനയാ. ദശാസന്ധികളിലൊക്കെ വേദനയാ. കൂടിയിട്ടേ കുറയുള്ളൂ. കുറഞ്ഞിട്ട് പിന്നെ കൂടും. പിന്നെ കൂടിയാ പിന്നെ ഒട്ടും കുറയേയില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ അസുഖത്തിന്. വാ പോവാ. കൂടിയിട്ട് കുറയുമ്പോ എന്തിനാ കൂടുമ്പോ കൂടുമ്പോ തനക്ക് ഇപ്പൊ കുറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതെ, ഈ പൊട്ടം കുഴിച്ചാതി എണ്ണ ഉണ്ടല്ലോ, അത് തേച്ച് കുടിച്ചാ പിന്നെ ഒരു ചുക്കുണ്ടാവില്ല. അയ്യോ, കാലുമാണിയ അല്ല പോണി. പിന്നാരെ ചോദിക്കുക പോണോർന്നു ഉണ്ടോ? ദേവൂട്ടിന്റെ അതെ. എന്താ വൈദ്യരെ? എന്താ വൈദ്യരേന്നോ? ഇത്രയും തിരക്കുള്ള സമയത്ത് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് എന്താ വൈദ്യരേ? 4 ദിവസമായി വല്ലാത്ത ഇളക്കം. എവിടെയാ? വയറ്റിളക്കം. വിശപ്പുണ്ടോ? തീരെ ഇല്ല. തീരുണ്ടാവില്ല. ദാഹോ? നല്ല ദാഹം. ദാഹം കാണും. ഇല്ല, ഞാൻ അവിടെ കുത്തിക്കോളാം. ക്ഷീണം ഉണ്ടാവില്ല? ക്ഷീണോ? നല്ല ക്ഷീണം. എനിക്ക് നിക്കാൻ വയ്യ. നിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ ഇവിടെ തുപ്പി. ഞാൻ എനിക്ക് പോടാവണം. ഞാൻ പിന്നെ 2 കൂട്ടം കഷായത്തിന് എഴുതി തരാം. പിന്നെ ഒരു ലേഖ്യവും ഒരു കുഴമ്പും. അല്ല, എന്തിനാ ഈ കുഴമ്പ്? അതെ, വയറ്റിളക്കത്തിന് എന്തിനാ ഈ കുഴമ്പെന്ന്? എടാ, നിനക്ക് ഈ ആയുർവേദത്തെ കുറിച്ച് വല്ല കുന്തം അറിയാവോ? എടാ, ഈ കുഴമ്പേ പുറത്തു വരുത്താനല്ല, അകത്തേക്ക് സേവിക്കാനാ. ഈ പൂച്ചക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? കണ്ടോണ്ടിരിക്കാലോ. അങ്ങനെ കണ്ടോണ്ടിരുന്നാ മതി. മിണ്ടോ കുട്ടിയെ. എനിക്ക് കുറിപ്പിടുന്നതിന് മുമ്പ് നാടി പിടിച്ചൊന്ന് നോക്കണം. ചുമ്മാ നടക്കാത്ത കാര്യം പറയാതെ വൈദ്യരെ. എന്താ ഞാൻ നാടി പിടിക്കണോണ്ട് കാണാവുണ്ടോ ദേവൂട്ടിക്ക്? പശുവിന്റെ വയറ്റിളക്കത്തിന് എന്റെ നാടി പിടിച്ച് നോക്കിട്ട് എന്താ കാര്യം വൈദ്യരെ? പശുവിന്റെ വയറിളക്കത്തിനാ നിങ്ങൾ എന്നെ ഇവിടെ കൊള്ളുന്നത്? അതിനെങ്കിലും മൃഗഡോക്ടറെ വിളിച്ചാൽ പോരായിരുന്നോ? നിങ്ങൾക്ക് മൃഗഡോക്ടർ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഡോക്ടർ. ആ മാധവൻ കുട്ടിയെ വിളിച്ചത് നിങ്ങൾ എന്തെങ്കിലും ഏർപ്പാട് ചെയ്യാൻ പറ്റില്ലേ? പിന്നെ ആയുർവേദത്തെ പിടിച്ച് കളിച്ചാണ്ടല്ലോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞ കളയാവോ? എന്താ എന്താ ഇവിടെ? എന്താ വൈദ്യരെ? ദാസിപ്പിള്ളേ, ദേവുട്ടി, ഇതെന്താണെന്ന് അയ്യപ്പമില്ലേ? ഈ നിൽക്കുന്ന വ്യക്തി എന്നെ ദേവൂട്ടിയെ കൊണ്ട് ചെകിട്ട തടിപ്പിക്കാൻ ഇപ്പൊ ഒരു ശ്രമം നടത്തി. ഞാൻ പുറത്തേക്കൊന്ന് പോവുക. വരുന്നുണ്ടോ? എനിക്ക് വക്കീലിനെ ഒന്ന് കാണും. ഞാനില്ല. ഇവിടെ നിന്നാ തടി കേടാവും. എന്നാ ഞാൻ വരാം. എന്നാ വാ. 1, 2, 3 ദിവസത്തിനകം ആ പശുവിന്റെ അസുഖം നിനക്ക് വരും.
നിന്റെ വാഷകളായി പോവും. ഐ, ആ, വാ. കാല്. അയ്യ. അമ്മ. ആ. അല്ല ഈ അയ്യപ്പൻ പിള്ള എവിടേക്ക് പോയേ? പറഞ്ഞത് കേട്ടില്ലേ, വക്കീലിനെ കാണാൻ. നമ്മുടെ സ്വത്തുഭാഗത്തെ പറ്റി പറയാനാവൂല്ലേ? ആ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാണ്ടിരിക്കില്ല. അല്ല നമ്മളല്ലേ ഈ വയസ്സുകാലത്ത് അങ്ങോരം